പിന്നെ ഇതുപോലെ ഞാൻ തീരെ പൊടിയായിട്ടുള്ള ഉണക്ക ചെമ്മീൻ എടുക്കല്ല, ഇച്ചിരി മുഴുപ്പുള്ളതാണെങ്കിൽ നല്ലതാണ്. ഇതെൻ്റെ കൂട്ടുകാരത്തി എനിക്ക് തന്നതാണ്. അത് അവരുടെ വീട്ടിൽ കഴുകി ഉണ്ടാക്കി റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഒത്തിരി ചള്ളൊന്നുമില്ല ഇതിനകത്ത്. നമ്മളിതിങ്ങനെ ഇതുപോലെ എടുത്ത് ഈ തല മാത്രം ഇങ്ങനെ ഒടിച്ചെടുത്താൽ മതി. ഇത് ഇച്ചിരി കുറച്ച് സമയം എടുക്കും. നമ്മളിത് ശ്രദ്ധിച്ചത് തലയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മളൊരു 10 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ ഇതൊന്ന് കുതിർത്ത് വെക്കണം. പിന്നെ ഫ്രൈ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, ഒന്നും കൂടെ ഒന്ന് നല്ല ടേസ്റ്റ് കിട്ടും. ഞാൻ അതുപോലെ കുറച്ച് ചെമ്മീൻ എടുത്ത് ഇതൊരു 10 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. പിന്നെ അത് നമ്മൾ ഇച്ചിരി ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് 2 വലിയ സവോള ഞാൻ എടുത്തിട്ടുണ്ട്. സവോള ഉണ്ട്. പുളിക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഒരു തക്കാളി, കറിവേപ്പില നല്ലതുപോലെ വേണം. 1 സ്പൂൺ ഇഞ്ചിയും ഇത് വെളുത്തുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. എല്ലാം നീളത്തിയാണ് അരിഞ്ഞിരിക്കുവാണ്. ഇത് ഒരു പച്ചമുളകാണ്. ഇത് വലിയ നീളമുള്ള ഒരു പച്ചമുളകായിരുന്നു, വലിയ എരിവില്ല. നമുക്ക് ആദ്യം ഇതിനകത്ത് ഇത്തിരി മുളക് പൊടിയും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, ഇത് ചേർക്കുവാണ്. ഇച്ചിരി മഞ്ഞൾ ചേർക്കാം. ഉണക്ക മീനും ഉണക്ക ചെമ്മീനും ഒക്കെ ആകുമ്പോൾ കുറച്ച് ഉപ്പ് കാണുമായിരിക്കും, അതുകൊണ്ട് അധികം ഉപ്പ് ഇടണ്ട, കുറച്ച് ഉപ്പിട്ടാൽ മതി. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിത് 2 സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പാൻ ചൂടാക്കാം. അതിനകത്ത് നമുക്ക് ഇതൊന്ന് നല്ലപോലെ വറുത്തെടുക്കാം. പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. തീരെ കട്ടി കുറവല്ലേ നമ്മുടെ ഈ ഉണക്ക ചെമ്മീൻ. നമ്മൾ പച്ച ചെമ്മീൻ വറുക്കുന്നത് പോലെയല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 4-5 മിനിറ്റ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് ആ എണ്ണയിൽ തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. നമുക്കിതൊന്ന് വറുക്കാം. ഈ എണ്ണ ചൂടായതിലോട്ട് നമുക്കിത് കുറച്ചിട്ട് കൊടുക്കാം. ഇത്തിരി ഫുൾ ഫ്ലെയിം വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. നല്ലപോലെ ഇതുണ്ട്, ചെമ്മീൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടും. നമുക്കിത് കോരി എടുത്തിട്ട് ബാക്കി ഞാൻ വെച്ചിരിക്കുന്ന മീനോട് വറുത്തെടുക്കാം. മീനെല്ലാം ഇതുകൊണ്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് ചോറുണ്ണാൻ തോന്നും. നല്ല ഈ ഒരു കറി ഉണ്ടെങ്കിൽ മതി നമുക്ക് ചോറുണ്ണാൻ. നല്ല ഒരു ടേസ്റ്റാണ്. നമ്മൾ ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ആദ്യം ഈ ഇഞ്ചിയും പച്ചമുളകും ഇതൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി എല്ലാം ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ചെമ്മീനൊക്കെ ഒന്ന് മൊത്തത്തോടെയല്ലേ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇതൊന്ന് ഇത്തിരി വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി ഇടാം. ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ആണെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇടുവാണെങ്കിൽ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഈ ഉണക്കച്ചെമ്മീൻ കറിവേപ്പില നല്ലതുപോലെ ഇടുവാണെങ്കിൽ നല്ല ഓരോ ടേസ്റ്റ് കിട്ടും. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർക്കാം. നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. നല്ലപോലെ വഴലണം. നമ്മൾ ഒത്തിരി പച്ചയായിട്ടിരിക്കാതെ നമുക്ക് ഈ സമയത്ത് ഇതിനകത്ത് ഇച്ചിരി മുളക് പൊടി ഞാൻ ചേർക്കുവാണ്. ഒരുപാട് വേണ്ട. ഇത്തിരി മഞ്ഞൾ പൊടിയും കൂടിയും ചേർക്കാം. നമുക്കിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമുക്ക് ടൊമാറ്റോ ചേർത്ത് ടൊമാറ്റോയും കൂടി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഒന്ന് ഇതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വെച്ചിട്ട് നേരം നല്ലതുപോലെ ഇത് കണ്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഒട്ടും. ഇച്ചിരി ഒരു ഉപ്പും കൂടി ഈ മസാലയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പം വറുത്ത് വെച്ചിരിക്കുന്ന ഈ ചെമ്മീൻ ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ചെമ്മീൻ ഫ്രൈ നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ എല്ലാവർക്കും ചോറുണ്ണാൻ തോന്നില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്.